ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജണി. നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ആദ്യത്തെ സോങ് വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ടാപ്സിനെ ഒഴിവാക്കി. പിന്നീട് നമ്മുടെ KGF സോങ് പാടിയിട്ടുള്ള ആളെ കൊണ്ടുവന്നു. അത് വേറെ ലെവൽ സാധനമായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഒരു 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 എന്താ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് മാർക്കോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വയലൻസിൽ ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബേബി ജീൻ പാടിയിട്ടുള്ള അടുത്ത ഒരു സോങ്. അത് ആക്ച്വലി ഇത് പ്രൊമോ സോങ് ആണ് മാർക്കോയിലെ. അത് സിനിമയിൽ ഉണ്ടാവാൻ സാധ്യതയല്ല. എന്തായാലും ആ പാട്ടിന്റെ ഫുൾ വേർഷൻ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് എത്രയോ സെക്കൻഡ് ഉണ്ട്. അത് 3 മിനിറ്റിന്റെ അടുത്തുണ്ട്. എന്തായാലും കേട്ടു നോക്കാം. റെഡി. അടങ്ങാത്ത സൂര്യൻ, അതിരില്ല കൈകൾ, കലിതുപ്പോ കൺമുന്നിൽ പോയി പെട്ടാന്ന് ചാമ്പൽ. ഓ, രക്ഷയില്ലോ. പടനട നിൽക്കണ്ട, അലമ്പാക്കാൻ നോക്കണ്ട, എടഞ്ഞാലൊന്നിന്റെ 16 പുകഞ്ഞി കയ്യിലെന്റെ മുത്തമ്മ കുർബാന കൂടണ്ട. ഒന്നിന്റെ മാർപ്പാപ്പ ഒത്താശെത്തണ്ട, നിന്നറിയ കൂതാശ അപരാധം താങ്ങുകില്ല, പൊറുക്കുകില്ല ക്ഷമയെന്ന വാക്യമെന്റെ കിട്ടാവില്ല. നിന്റെ വായ്ത്താളം മോതണ്ട, വഴി തടയാതെ പോരണ്ട, ഹറപ്പറപ്പുകളെത്തിക്കണ്ട, നനി പകർപ്പക്കാൻ നോക്കണ്ട, ഇത് മിനിക്കണ്ട തേക്കണ്ട, പിൻപാടി കുത്തണ്ട, പിൻകുത്തു കുത്തണ്ട, വെടക്ക കണ്ടിക്കണ്ട. ഒന്നിന്റെ മാർപ്പാപ്പ, ഒന്നിന്റെ മാർപ്പാപ്പ, ഒന്നിന്റെ മാർപ്പാപ്പ. ഇത് മറ്റേട്ടോ, കയ്യിലെന്റെ മുത്തമ്മ കാലകത്തി വെച്ചപ്പോ ആ സോങ് തന്നെ. രവി ബസ്റു. ഇത് ഭയത്തിന് ഭയമുള്ളൊരാള്, ഓർവരി കൊണ്ട് ജീവിക്കുന്ന ഭ്രാന്ത്, നടുക്കടലിൽ മരിക്കുന്ന സ്രാവ്, കാറ്റാലും കെട്ടാത്ത പോക്ക്, ചുടമിരുമിട്ട കണക്കുള്ള മേക്ക്, നീക്കിട്ട് കേറല്ല മാറ്, ശരം വിട്ട തറയ്ക്കണ നോക്ക്, അത് കുത്താണ്ട് കൊല്ലാണ്ട് നോക്ക്. എന്ത് അധ്യായം 1 ഇവൻ തൊട്ടാലോ പൊന്ന്, അധ്യായം 2 ഇവൻ അസുരന്റെ കൊമ്പ്, അധ്യായം 3 തല കൊയ്ത്തലോ പാമ്പ്, അധ്യായം 4 കല വിറയ്ക്കുന്ന പേര്. നോക്കണ്ട, ചടിമുത്തോളം നിർത്തണ്ട, തനി കേടാക്കാൻ ആക്കണ്ട, പല പുറപ്പെട മുതിരണ്ട, നിലം മറന്നാലും തുള്ളണ്ട, നിലം പരിശാക്കും നോക്കണ്ട, ചുണ്ടേല് കൊത്തണ്ട, കൺകെട്ട് കെട്ടണ്ട, ആഫീസ് പൂട്ടണ്ട. എന്തോ ഈ സാധനം. ഒന്നിന്റെ മാർപ്പാപ്പ, ഒന്നിന്റെ മാർപ്പാപ്പ, ഒന്നിന്റെ മാർപ്പാപ്പ, ഒന്നിന്റെ മാർപ്പാപ്പ. എന്റെ മോനെ, മാർപ്പാപ്പ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിഡിയ സാധനം. ഒന്ന് ഈ ബേബിജിന്റെ വോയിസ് എനിക്ക് ഭയങ്കര, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാലോ, ഒരു ഗാംഭീര്യം, ഇങ്ങനെ ഹാർഷ് വോയിസ്, ഇങ്ങനെ ഭയങ്കര രസമാണ്. അതിങ്ങനെ ചവിട്ടിക്ക് ഇങ്ങനെ അടിച്ച് കയറും. അതിനുള്ള ആ മ്യൂസിക് അത് മാത്രമല്ല, ഫുൾ ത്രൂ ഔട്ട് ഗംഭീര ബീജിയം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഈ എൻട്രി സീനൊക്കെ ഉണ്ടാവുമല്ലോ മാർക്കോന്റെ, അതൊക്കെ നിന്ന് കത്തും സാധനം. അമ്മാരി സാധനമാവുന്നതാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ഇതിലെ ഹൈ മൊമെന്റ്സ് തരുന്ന എല്ലാ സ്ഥലങ്ങളിലുള്ള BGM ഉണ്ടല്ലോ, അത് എന്ത് ഇരുന്നിടത്ത് ചാട്ടിപ്പിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനമാകും മിക്കവാറും. ഇത് തന്നെ ഇപ്പൊ പ്രൊമോ സോങ് ആണ്. ഈ സോങ് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോയി. കാരണം ആ ഫുൾ ബോക്സിൽ അത് കേൾക്കുമ്പോൾ ഓ രോമാഞ്ചോട്ടോ, ഭയങ്കര സാധനം പുള്ളിന്റെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ആ സോങ്ങിനാണ്, കയ്യിലെന്റെ മുത്തമ്മ കാലകത്തി വച്ചപ്പൊട്ടും കരി പിടിച്ച തത്തമ്മ, ആ സാധനം തന്നെയാണ് തോന്നുന്നുണ്ട്. അതേ ട്യൂൺ തന്നെ, സെയിം, ഓൾമോസ്റ്റ് അല്ല സെയിം ആ ട്യൂൺ തന്നെ, അതെന്റെ സാധനം. പക്ഷെ മോനെ, രവി ബസ്റൂർ അണ്ണാ, പുള്ളിനാണ് ഇതിന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട്. വാട്ട് എവർ.
ആരാണെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു പുതിയ ലോകം. BGM ഒരു വേൾഡ് ഉണ്ടാക്കി വെച്ചേക്കാണ്. KGF ഒക്കെ ഇമാതിരി ചെയ്ത ആളല്ലേ, എങ്ങനെ ഇവരെ ഇല്ലാതിരിക്കുക. എന്തായാലേ അത് ഞാനാണ് ഹെഡ്സെറ്റ് കൊടുത്തിട്ടോ, വൻ നഷ്ടമായി പോയി. ഹെഡ്സെറ്റ് വെച്ച് ഒന്ന് കേൾക്കണം. ഞാൻ ഇപ്പോഴത് കേൾക്കണത്. ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ സാധനം കേൾക്കും, കേട്ടിരിക്കും. ഇത് ഞാൻ വീട്ടില് ഇപ്പൊ പണിയെടുക്കുന്ന ഇവിടെ അല്ല, പെങ്ങളെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് വന്നിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. അടുത്ത് തന്നെയാണ്. എന്തായാലും അവിടെ പോയിട്ട് ഹെഡ്സെറ്റ് വെക്കുന്നു, ഇത് കറക്റ്റ് കേൾക്കുന്നു. ആ പൊള്ളിക്കുന്നു, തലയുടെ പൊള്ളിയണം. അമ്മൊരു സാധനമാണ് ഇത്. ഉണ്ട് പൊളി സാധനം. മാത്രല്ല ഇത് കത്തും, ഇല്ലെങ്കിൽ കത്തിക്കും നമ്മൾ. അങ്ങനത്തെ സാധനം. സിനിമയും കൂടി ഗംഭീരമായിട്ട് വരട്ടെ. അപ്പോ ആകെയുടെ പേടി എന്ന് പറഞ്ഞ വയലൻസ് ഇത്ര ഉള്ളതുകൊണ്ടും ഈ യൂട്യൂബിൽ വരെ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ കട്ടയിലും പരിപാടിയൊക്കെ ആകുമ്പോൾ ഇതിന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എന്താവും എന്നുള്ള ഒരു പേടിയും, സെൻസറിങ്ങും കാര്യങ്ങൾ എന്ത് വരും എന്നുള്ളതും, അതിന്റെ പേരിൽ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ കറക്റ്റ് അവർ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടൂല. അവിടെ എവിടെയെങ്കിലൊക്കെ ബ്ലറാക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു ചടപ്പ് വരും. ഇപ്പൊ തന്നെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ആ ചെവി കടിച്ചു പറിക്കുന്ന സാധനം, തല, അതൊക്കെ ബ്ലറാക്കിയിട്ട് നമുക്ക് എന്തോ പോലെ. ഇതൊക്കെ മാറേണ്ട സമയമായി. ഇതൊക്കെ മനുഷ്യന്മാർ കണ്ടു ചെയ്തിട്ട് ഒന്നും ഇല്ല. പോ അതിന് പറ്റുന്നത് കാര്യം മതിയല്ലോ. സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഇത് പക്കാ വയലന്റ് സിനിമയാണ്, മലയാളം കണ്ടതിൽ ഏറ്റവും ദി മോസ്റ്റ് വയലന്റ് സിനിമ എന്ന് ഇവരെന്നെ പറയുന്നുണ്ട്. അത് കാണാൻ പറ്റണമെങ്കിൽ കണ്ടാ പോരെ. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ നിങ്ങൾ ഇതൊന്നും ബ്ലറാക്കരുത്, സെൻസർ ബോർഡിൽ ഇരിക്കുന്ന അണ്ണന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരായിട്ട് കാണാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ട് ജീർണൻ? പാടി പൊള്ളിച്ചിട്ടില്ലേ?